എന്റെ എന്താ പറയാ, ഞാനിപ്പോഴും കണ്ണനോട് പറയും, എന്റെ ഒരു വാക്കിന്റെ പേരില കണ്ണ താങ്കൾ അത്രയും പൈസ മുടക്കി കണ്ണന് വേണ്ടി കളഞ്ഞത്. എന്റെ ഒറ്റ വാക്കിന്റെ പേരിലാണ്. ഞാൻ എപ്പോഴും പറയും, പടച്ചോൻ തിരിച്ചു തരും. ഏതെങ്കിലും രൂപത്തിൽ ദൈവം എപ്പോഴും കൂടെ ഉണ്ടാവും. എപ്പോഴും വരുമായിരുന്നു. അതിലെ പോയാല് അവിടെ വന്ന് ഭക്ഷണം കഴിക്കാതെ പോകത്തില്ല. ആ ആള് ഈ പടം ഫ്ലോപ്പായിട്ട് ഒന്ന് ഫോൺ ചെയ്ത് പോലും ചോദിച്ചിട്ടില്ല. ജയറാം പെടുത്തി, ജയറാമിന്റെ ഒരു വാക്ക്, ജയറാം പറഞ്ഞത് ജയറാം കൂടെ ഉണ്ടാവും. അവര് സ്ട്രോക്ക് വന്നു, മരണത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടു വന്നു. ഈ സ്ട്രോക്ക് ഉണ്ടായ വിവരം ഒരാള് പോലും എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. എന്തായാലും എല്ലാ പ്രാർത്ഥനകളും അടുത്ത പ്രാവശ്യം മീൻസ് ഈ മാസം ഒരു 10 ദിവസം കഴിഞ്ഞാൽ കേരളത്തിൽ വരുന്നുണ്ട്. അപ്പൊ ഞാൻ ആലപ്പുഴ വരാം, വന്നിട്ട് നേരിട്ട് കാണാം. ഞാൻ അടുത്ത ആഴ്ച അതിലേ വരുന്നുണ്ട്, വരാന്ന് പറഞ്ഞാൽ ഇന്ന് വരെ വന്നിട്ടില്ല. ഇത് കാണാൻ പോലും വന്നിട്ടില്ല. അവരെ ഒന്ന് വിശ്വസിക്കരുത്. നമുക്ക് ഇവരെയൊക്കെ നന്നായിട്ട് അറിയാവുന്നു. ഹസീബിന്റെ ഇഷ്യൂ ജയറാമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ടല്ലോ, അതിനെ പറ്റി എന്താണ് പറയുന്നത്? അല്ല, അത് ഹസീബ് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്, ശരിക്കുള്ള കാര്യം. എന്റെ ഫോണിൽ ജയറാമിന്റെ വോയിസ് എന്റെ കയ്യിലുണ്ട്. ജയറാം ഹസീബിന് അയച്ച വോയിസ്. അതായത് ജയറാമിന്റെ ഒരു വാക്കിന്റെ പുറത്താണ് ഹസീബ് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്. ജയറാമിനെ വെച്ച് അതിന്റെ തൊട്ട് മുമ്പ് ഗ്രാൻഡ് ഫാദർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും മോശമായിരുന്നു. എന്റെ തൊട്ടു പിറകെയാണ് ഹാപ്പി സർദാർ ചെയ്യുന്നത്. അപ്പൊ ഹാപ്പി സർദാർ തുടങ്ങിയപ്പോ തന്നെ ഞങ്ങൾ എല്ലാവരും പറഞ്ഞ ഹസീബിനോട്, ചെയ്യരുത്, പോയ പൈസ പൊയ്ക്കോട്ടെ, ഇത് ശരിയാവത്തില്ല, ഈ പടം നിന്നെ എന്താ പറയാ, അതുപോലെ നമ്മൾ മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ സാമ്പത്തിക നഷ്ടം മാത്രമല്ല, അവന്റെ ആരോഗ്യവും പോകേണ്ട ഒരു അവസ്ഥയുണ്ടായി. ജയറാം പെടുത്തിന്നാണോ പറയുന്നത്? ജയറാം പെടുത്തി, ജയറാമിന്റെ ഒരു വാക്ക്, ജയറാം പറഞ്ഞത് ജയറാം കൂടെ ഉണ്ടാവും. ഞാൻ ചോദിച്ചപ്പോ ഹസീബ് നേരത്തെ പറഞ്ഞത് ജയറാമേട്ടനോട് കൊടുത്ത വാക്കാണ്. നമ്മളെല്ലാവരും പറഞ്ഞിട്ട് പറഞ്ഞത് ജയറാമേട്ടനോട് ഞാനൊരു വാക്ക് പറഞ്ഞു, അതെനിക്ക് പാലിക്കാതിരിക്കാൻ പറ്റത്തില്ല. അത് പഞ്ചാബിലൊക്കെ പോയാ ഷൂട്ട് ചെയ്തു. അപ്പോഴും എന്റെ ഹസ്ബൻഡ് പറഞ്ഞു. അപ്പൊ പുള്ളിയും പറഞ്ഞത് പഞ്ചാബിൽ പോയിട്ട് വന്നിട്ട്, വേണ്ട ഹസീബ്, അത് കൈവിട്ടു പോകും, ശരിയാവത്തില്ല, വേണ്ട വിട്ടേക്ക്. അപ്പോഴും അവൻ ജയറാമിനെ വിശ്വസിച്ചു. ജയറാമിന് കൊടുത്ത വാക്ക്, ജയറാമിന്റെ മോനെ വെച്ചല്ലേ ചെയ്യും. അവരെ ഒന്ന് വിശ്വസിക്കരുത്. നമുക്ക് ഇവരെയൊക്കെ നന്നായിട്ട് അറിയാവുന്നത്, എത്രയോ വർഷങ്ങളായിട്ട് അറിയാവുന്നത്. ജയറാം എപ്പോഴും വരുമായിരുന്നു. അതിലെ പോയാല് അവിടെ വന്ന് ഭക്ഷണം കഴിക്കാതെ പോകത്തില്ല. ഭയങ്കര സ്നേഹമായിരുന്നു. ആ ആള് ഈ പടം ഫ്ലോപ്പായിട്ട് ഒന്ന് ഫോൺ ചെയ്ത് പോലും ചോദിച്ചിട്ടില്ല. അതിനുശേഷം അവന് ഒരുപാട് സാമ്പത്തിക ബാധ്യത ഉണ്ടായി. അവന് സ്ട്രോക്ക് വന്നു, മരണത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടു വന്നത്. അപ്പോഴൊന്നും എത്രയോ ആൾക്കാര് നസീബിനെ കാണാൻ വന്നു. അതിലെ പോയാൽ ഇപ്പോഴും നമ്മുടെ സെവനാസ് വിജയകുമാറിനെ പോലെയുള്ള ആൾക്കാര്, ബാദുഷ, പിന്നെ അതുപോലെ സുബൈർ, അവരുമായിട്ട് ബന്ധമുള്ള എല്ലാവരും ആലപ്പുഴ വഴി പോയാൽ നസീബിനെ കാണാതെ പോകത്തില്ല. അപ്പൊ ഈ ജയറാം പക്ഷെ ഒന്ന് ഫോൺ ചെയ്യാനല്ല, ഒന്ന് കാണാൻ പോലും വന്നിട്ടില്ല. കുറേ നാളിന് ശേഷമാണ് ജയറാം മകളുടെ കല്യാണമാണോ ആ സമയത്ത് ഹസീബിനെ വിളിച്ചപ്പോഴാണ് ഹസീബിന്റെ സംസാരം തിരിയുന്നില്ല. അയ്യോ എന്ത് പറ്റി ഹസീബെ എന്നൊക്കെ ചോദിച്ചപ്പോ വോയിസ് മെസ്സേജ് ഇട്ടു. ഞാൻ വോയിസ് മെസ്സേജ് ഇടാന്ന്, അങ്ങോട്ടും ഇങ്ങോട്ടും വോയിസ്. അന്ന് അയച്ച മെസ്സേജ്, ഹസീബെ ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഹസീബ് ഒരു ലിവർ കംപ്ലൈന്റ് ഉണ്ടായി എന്ന് എന്റെ അടുത്ത് പറഞ്ഞു. അതിന്റെ ഉണ്ടായി, ഡ്രിങ്ക്സ് കാരണം ആശുപത്രിയിലാണ് എന്നൊക്കെ പറഞ്ഞു. ഈ സ്ട്രോക്ക് ഉണ്ടായ വിവരം ഒരാള് പോലും എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ആരും പറഞ്ഞിട്ടില്ല. എൻ്റെ അടുത്ത് ഈ ഡ്രിങ്ക്സിന്റെ ഒരു കംപ്ലൈന്റ് ഉണ്ടായി, ആശുപത്രിയിലായിരുന്നു, ഇപ്പം എല്ലാം ശരിയായി, കുറച്ച് ക്രിട്ടിക്കലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഈ സ്ട്രോക്ക് ഉണ്ടായ കാര്യം പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് അറിയുന്നു, പടച്ചോനെ. എന്തായാലും എല്ലാ പ്രാർത്ഥനകളും അടുത്ത പ്രാവശ്യം മീൻസ് ഈ മാസം ഒരു 10 ദിവസം കഴിഞ്ഞാൽ കേരളത്തിൽ വരുന്നുണ്ട്. അപ്പൊ ഞാൻ ആലപ്പുഴ വരാം, വന്നിട്ട് നേരിട്ട് കാണാം. ഓക്കെ. ഹസീബിന് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. ജയറാം അതായത് എത്ര വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക്, ഇത് കോവിഡിന് തൊട്ടു മുൻപാണ്, 2018 ഹാപ്പി സർദാർ. പിന്നീട് 19 മുതൽ കോവിഡായി. അതും കഴിഞ്ഞിട്ടാണ് മകളുടെ കല്യാണം. ഇപ്പൊ 2 വർഷമെങ്കിലും കഴിഞ്ഞില്ലേ, 1-2 വർഷമായിട്ട്. ആ സമയത്ത് അതുവരെ ജയറാം ഹസീബിനെ നിരന്തരം വിളിക്കുകയും വീട്ടിൽ വന്നുകൊണ്ടിരുന്ന ആള്, എറണാകുളത്ത് വന്നാൽ ഹസീബ്, അവർ തമ്മിൽ മീറ്റ് ചെയ്യും, ചെന്നൈ പോയാൽ മീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആള്, ഹസീബിനെ പോലെ ഒരു പ്രൊഡ്യൂസർ, ഹസീബ് ഇത്ര അടുപ്പമുള്ള ഒരാൾക്ക് ഇത്രയും വലിയൊരു അസുഖം വന്ന് കിടപ്പായത്, എന്തോ ലിവറിന് പ്രശ്നം ഉണ്ടായി എന്നുള്ളതല്ലാതെ സ്ട്രോക്ക് വന്നാവോ ഇങ്ങനത്തെ ഒന്നും അറിഞ്ഞില്ല. അപ്പൊ അന്വേഷിച്ചില്ലല്ലോ, അറിയാതെ വരുമ്പോ അന്വേഷിക്കാം. ഹസീബിന്റെ വിവരം അയാൾ പറഞ്ഞതല്ലേ, എന്തെങ്കിലും തട്ടുകേട് വന്നാൽ ഞാൻ കൂടെ ഉണ്ടാവും. അത് പിന്നെ സത്യമാണെന്നുള്ളതിന്റെ വോയിസ് മെസ്സേജ് ഹസീബിന്റെ അയച്ചിട്ടുണ്ട് പുള്ളി.
അത് ഞാൻ എന്റെ ഒറ്റ വാക്കിന്റെ പുറത്താണ്, ഞാൻ എന്റെ മോനോട് എപ്പോഴും പറയും, എന്റെ ഒറ്റ വാക്കിന്റെ പുറത്താണ് അസീബ് ഈ പ്രശ്നത്തിലേക്ക് ഈ പടം എടുത്തത് എന്ന് ഞാൻ എപ്പോഴും മോന്റെ അടുത്ത് പറയും. അതിന് വേണ്ട നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അടുത്ത ആഴ്ച അതിലേ വരുന്നുണ്ട് വരാന്ന് പറഞ്ഞ ഇന്ന് വരെ വന്നിട്ടില്ല. എന്റെ എന്താ പറയാ, ഞാനിപ്പോഴും കണ്ണനോട് പറയും, എൻ്റെ ഒരു വാക്കിന്റെ പേരില കണ്ണ താങ്കൾ അത്രയും പൈസ മുടക്കി കണ്ണന് വേണ്ടി കളഞ്ഞത്. എൻ്റെ ഒറ്റ വാക്കിന്റെ പേരിലാണ് ഞാൻ എപ്പോഴും പറയുന്നത്. അപ്പൊ അത് കുഴപ്പമില്ല, പടച്ചോൻ തിരിച്ചു തരും. ഏതെങ്കിലും രൂപത്തിൽ ദൈവം എപ്പോഴും കൂടെ ഉണ്ടാവും. എപ്പോഴും നമുക്ക് സംഭവിച്ചത് നല്ലതെന്നല്ലേ വിചാരിക്കാം. ചിലപ്പോൾ ഇതിൽ നിന്നായിരിക്കും വേറെ ഉണ്ടാവുക, എത്രയോ നല്ലതുകൾ ഉണ്ടാവേണ്ട ഇവിടെ നിന്നായിരിക്കും. എല്ലാ പ്രാർത്ഥനകളും എന്നും ഓക്കെ. ബൈ അസീബ്. ഒരു സഹായവും ചെയ്തിട്ടില്ല. ആ ഒരൊറ്റ പടം കൊണ്ട് അസീബിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി, ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി. അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അല്ല, ആൾക്കാരത് വിശ്വസിക്കുന്നില്ല. പല ആൾക്കാരും പല രീതിയിലാണ് എടുക്കുന്നത്. എങ്ങനെയാ ജയറാമേട്ടനെ പോലെ ഒരു വ്യക്തി ഇങ്ങനെ ചെയ്യില്ല എന്നാണ് പല ആൾക്കാരും പറയുന്നത്. സത്യാവസ്ഥ 100% സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ജയറാമിന്റെ വാക്ക് കേട്ടിട്ടാണ് അസീബ് ചെയ്തത്.